ഹബക്കൂക്ക്. യഹോവയാൻ ദൈവവുമായുള്ള ഹബക്കൂക്ക് പ്രവാചകന്റെ പ്രാർത്ഥനാനിർഭരമായ സംഭാഷണമാണ് ഈ ചെറുപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹബക്കൂക്കിന് മനസ്സിലാക്കുവാൻ സാധിക്കാഞ്ഞ ചില ഗൌരവതരമായ ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കുവാൻ അദ്ദേഹത്തിന് ഭയമില്ലായിരുന്നു. മുഖ്യമായി അദ്ദേഹത്തെ വിഷമിപ്പിച്ചത് ക്രൂരന്മാരായ ബാബിലോണിയരെ ഉപയോഗിച്ച് ദൈവം യഹൂദ ജനത്തെ ശിക്ഷിക്കും എന്നുള്ളതായിരുന്നു. ക്രിസ്തുവിനു മുമ്പുള്ള നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ചാവുകടൽ ചുരുളുകളിൽ ഹബക്കൂക്കിനെ പറ്റിയുള്ള പരാമർശങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടു. പൗലോസും എബ്രായ ലേഖനകർത്താവും ഹബക്കൂക്ക് ഉദ്ധരിച്ചിട്ടുണ്ട്. യഹൂദയിലെ ക്രൂരതയ്ക്കും അനീതിക്കും അറുതി വരത്തക്കവിധം യഹോവ വേണ്ട വേഗതയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് ഹബക്കൂക്ക് പരാതിപ്പെട്ടു. എന്നാൽ ബാബിലോൺ സൈന്യത്തെക്കൊണ്ട് യഹൂദയെ ശിക്ഷിക്കും എന്ന് യഹോവ പറഞ്ഞപ്പോൾ അത് ഹബക്കൂക്കിനെ കൂടുതൽ വിഷമിപ്പിച്ചു. പരിഹാരം പ്രശ്നത്തെക്കാൾ മോശമാണെന്ന് ഹബക്കൂക്ക് ചിന്തിച്ചു. കാരണം ബാബിലോണിയരുടെ സ്വഭാവവും പെരുമാറ്റവും യഹൂദ നേതാക്കളുടെയും ജനത്തിന്റെയും പെരുമാറ്റത്തെക്കാൾ മോശമായിരുന്നു. വിശ്വസ്തനായ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയിൽ പരാതികളും സ്തോത്രവും ചോദ്യങ്ങളും ആശ്രയവും അടങ്ങിയിരിക്കുന്നു എന്നതിന് ഹബക്കൂക്ക് ഉത്തമ ഉദാഹരണമാണ്. യഹൂദയെ ബാബിലോണിയർ ശിക്ഷിക്കുമെങ്കിലും പിന്നീട് ബാബിലോണിലെ അവരുടെ നേതാക്കൾ സ്വന്തം ശക്തിയെ ആരാധിച്ചിരുന്നതുകൊണ്ട് വീണുപോകും. അഹങ്കാരികളെ യഹോവ സ്വീകരിക്കുന്നില്ല. വിശ്വാസത്താൽ ജീവിക്കുന്നവരെയാണ് ദൈവം അംഗീകരിക്കുന്നത്. വിശ്വാസം കഠിനമായി പരീക്ഷിക്കപ്പെട്ടപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ പ്രാധാന്യം ഹബക്കൂക്ക് വെളിപ്പെടുത്തുന്നു. കാരണം ദൈവമാണ് ശക്തിയുടെ ഏക ഉറവിടം. അവിടുന്നാണ് ഏക രക്ഷകൻ. ഹബക്കൂക്ക് അധ്യായം 1. ഹബക്കൂക്ക് പ്രവാചകൻ ദർശിച്ച പ്രവാചകം. യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. സാഹസം നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നതും പീഡനം വെറുതെ നോക്കുന്നതും എന്തിന്? കവർച്ചയും സാഹസവും എന്റെ മുമ്പിലുണ്ട്. കലഹം നടക്കുന്നു, ചണ്ട ഉളവായി വരും. അതുകൊണ്ട് ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു. ന്യായം ഒരു നാളും വെളിപ്പെട്ട് വരുന്നതുമില്ല. ദുഷ്ടൻ നീതിമാനെ വളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ന്യായം വക്രതയായി വെളിപ്പെട്ടു വരുന്നു. ജാതികളുടെ ഇടയിൽ ദൃഷ്ടിവെച്ച് നോക്കുവിൻ, ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പിൻ. ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും. അത് വിവരിച്ച് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കയില്ല. ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദയരെ ഉണർത്തും. അവർ തങ്ങളുടേതല്ലാത്ത വാസസ്ഥലങ്ങളെ കൈവശമാക്കേണ്ടതിന് ഭൂമണ്ഡലത്തിൽ നീളെ സഞ്ചരിക്കുന്നു. അവർ ഘോരവും ഭയങ്കരവുമായുള്ളവർ. അവരുടെ ന്യായവും ശ്രേഷ്ഠതയും അവരിൽ നിന്ന് തന്നെ പുറപ്പെടുന്നു. അവരുടെ കുതിരകൾ പുള്ളിപ്പുലികളെക്കാൾ വേഗതയും വൈകുന്നേരത്തെ ചെന്നായ്ക്കളേക്കാൾ ഉഗ്രതയുമുള്ളവ. അവരുടെ കുതിരച്ചേവകർ ഗർവിച്ചോടിക്കുന്നു. അവരുടെ കുതിരച്ചേവകർ ദൂരത്തുനിന്ന് വരുന്നു. തിന്നുവാൻ ബന്ധപ്പെടുന്ന കഴുകനെപ്പോലെ അവർ പറന്നു വരുന്നു. അവർ ഏവരും സംഹാരത്തിനായി വരുന്നു. അവരുടെ മുഖം മുമ്പോട്ട് ബന്ധപ്പെടുന്നു. അവർ മണൽ പോലെ ബദ്ധന്മാരെ പിടിച്ചു ചേർക്കുന്നു. അവർ രാജാക്കന്മാരെ പരിഹസിക്കുന്നു. പ്രഭുക്കന്മാർ അവർക്ക് ഹാസ്യമായിരിക്കുന്നു. അവർ ഏത് കോട്ടയെയും കുറിച്ച് ചിരിക്കുന്നു. അവർ മണ്ണ് കുന്നിച്ച് അതിനെ പിടിക്കും. അന്നവൻ കാറ്റുപോലെ അടിച്ചു കടന്ന് അതിക്രമിച്ച് കുറ്റക്കാരനായിത്തീരും. സ്വന്തം ശക്തിയല്ലോ അവന് ദൈവം. എന്റെ ദൈവമായ യഹോവേ, നീ പുരാതനമേ, എന്റെ പരിശുദ്ധനല്ലയോ? ഞങ്ങൾ മരിക്കയില്ല. യഹോവേ, നീ അവനെ ന്യായവിധിക്കായി നിയമിച്ചിരിക്കുന്നു. പാറയായുള്ളോവേ, ശിക്ഷയ്ക്കായി നീ അവനെ നിയോഗിച്ചിരിക്കുന്നു. ദോഷം കണ്ടുകൂടാതവണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാൺമാൻ കഴിയാത്തവനുമായുള്ളോവേ, ദ്രോഹം പ്രവർത്തിക്കുന്നവരെ നീ വെറുതെ നോക്കുന്നതും ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ നീ മിണ്ടാതിരിക്കുന്നതും, മനുഷ്യരെ സമുദ്രത്തിലെ മത്സ്യങ്ങളെപ്പോലെയും
അധിപതിയില്ലാത്ത ഇടജാതികളെപ്പോലെയും ആക്കുന്നതും എന്ത്? അവൻ അവയെ ഒക്കെയും ചൂണ്ടൽ കൊണ്ട് പിടിച്ചെടുക്കുന്നു. അവൻ വല കൊണ്ട് അവയെ വലിച്ചെടുക്കുന്നു, കോരുവലയിൽ ചേർത്തുകൊള്ളുന്നു. അതുകൊണ്ടവൻ സന്തോഷിച്ച് ആനന്ദിക്കുന്നു. അത് ഹേതുവായി അവൻ തന്റെ വലയ്ക്ക് ബലി കഴിക്കുന്നു, കോരുവലയ്ക്ക് ധൂപം കാട്ടുന്നു. അവയാലല്ലോ അവന്റെ ഓഹരി പുഷ്ടിയുള്ളതും അവന്റെ ആഹാരം പൂർത്തിയുള്ളതുമായി തീരുന്നത്. അത് നിമിത്തം അവൻ തന്റെ വല കുടഞ്ഞു. ജാതികളെ ആദരിക്കാതെ നിത്യം കൊല്ലുവാൻ പോകുമോ?